ആലപ്പുഴ ദേശീയപാതയിൽ ഇന്നലെ രൂപപ്പെട്ട ഗർത്തമാണ്. ആ ഗർത്തം രൂപപ്പെട്ട സ്ഥലത്ത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധന നടത്തും. ഇന്നലെ വൈകിട്ട് 6:00-ഓടെയാണ് ദേശീയപാതയിൽ ചേർത്തലയിൽ സെന്റ് മൈക്കിൾസ് കോളേജിന് മുൻവശത്ത് വൻ ഗർത്തം രൂപപ്പെട്ടത്. 12 അടിയോളം താഴ്ചയിലായിരുന്നു ഗർത്തം രൂപപ്പെട്ടത്. ഷാജഹാൻ ഉണ്ട് അവിടെ നിന്നും നമ്മളോടൊപ്പം വിവരങ്ങളുമായി. ഷാജഹാൻ, ഗർത്തം രൂപപ്പെട്ടിടത്ത് ഇന്ന് പരിശോധന നടക്കുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇന്നലെ ഒരു വലിയ അപകടം തലനാരിടയ്ക്ക് മാറിപ്പോയ കാര്യങ്ങളൊക്കെ ഷാജഹാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് എടുത്ത നിരുത്തരവാദപരമായ സമീപനത്തെക്കുറിച്ചും ഇന്നലെ നമ്മൾ സംസാരിച്ചു. എന്താണ് നിലവിലത്തെ സാഹചര്യം? എപ്പോഴാണ് പരിശോധന ആരംഭിക്കുന്നത്? സിന്ധൂരി, ഗുഡ് മോർണിംഗ്. ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നത്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം നടന്നു വരികയാണ്. ഇപ്പോൾ ഈ ഭാഗം പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമായിട്ട് തുറന്നു കൊടുത്തിരുന്ന പ്രദേശമായിരുന്നു. ഇവിടെ ഇതിൻ്റെ വലതുഭാഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ താഴ്ചയിലാണ് മറ്റു വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഭാഗം ഒരു ഉയർന്ന പ്രദേശമാണ്. കാര്യം അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന പ്രദേശത്ത് വാഹനങ്ങളൊക്കെ തന്നെ പോകുന്നുണ്ട്. ഇതിൽ ചെറിയ ഭിത്തികൾ, ഇതിൻ്റെ സൈഡിലെ ഭിത്തികൾക്കിടയിലൂടെ മണൽ പുറത്തേക്ക് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ഗർത്തമുണ്ടാകാൻ കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ഭാഗത്ത് തൊട്ടനവധി സ്ഥലങ്ങളിൽ ഇതുപോലെ മണ്ണ്, ഇതിൻ്റെ ഇവിടെ നിറച്ചിരുന്ന മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒലിച്ചു പോയതിന് ശേഷം ആ ഭാഗത്ത് മണൽ പൂർണ്ണമായിട്ടും ഒലിച്ചു പോയതിന് ശേഷം ഇപ്പം നമുക്ക് കാണാം ഇത്രയും വലിയ ഒരു ഗർത്തമാണ്. ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറൊക്കെ പൂർണ്ണമായിട്ടും ഇതിനുള്ളിലേക്ക് പോകാവുന്ന തരത്തിൽ വളരെ വലിയ ഒരു ഗർത്തമാണ് രൂപപ്പെട്ടത്. ഇന്നലെ രാത്രി ഏതാണ്ട് 6 മണിക്ക് ശേഷമാണ് ഇതുവഴി വളരെ വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗർത്തം രൂപപ്പെടുന്നത്. നമുക്കറിയാം വലിയ ഒരു അപകടത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ പോലീസിനെയൊക്കെ വിവരം അറിയിച്ചുവെങ്കിലും ചേർത്തല പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് സിഐയുടെ ഭാഗത്തു നിന്നും വളരെ നിരുത്തരപരമായിട്ടുള്ളൊരു സമീപനമാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹം പറഞ്ഞത് PWD വിളിച്ചു പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി അത് പൊതുമരാമത്ത് വകുപ്പാണ് ചെയ്യേണ്ടത്, പോലീസിൻ്റെ പണിയല്ല എന്നാണ്. പിന്നീട് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ടതിന് ശേഷമാണ് കൂടുതൽ പോലീസ് എത്തുകയും 2 ഭാഗത്തും വാഹനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇതുവഴി ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയൊരു അപകടം നടക്കാതിരിക്കുന്നതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയത്. പിന്നീട് ഇത്തരം നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഓടിക്കൂടുകയും അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി R നാസർ അടക്കമുള്ള ഇവിടുത്തെ നേതാക്കൾ, അതിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്, അങ്ങനെ നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. രാത്രി തന്നെ ഇത് മൂടരുതും, ഇത് പുലർച്ചെ വന്നതിന് ശേഷം ഇത് കുഴി മൂടാവുള്ളൂ, ഉദ്യോഗസ്ഥർ വന്നിട്ടേ മൂടാവുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിൽ ഇന്നലെ ഏതാണ്ട് രാത്രി 12 മണിക്ക് ശേഷം ഈ രൂപപ്പെട്ട ഗർത്തം, വളരെ താഴ്ചയുണ്ടായിരുന്നു ഈ രൂപപ്പെട്ട ഗർത്തം, രാത്രി തന്നെ അവർ പൂർണ്ണമായിട്ടും അവിടെ നിന്നും അത് മൂടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഗർത്തം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ല, അവിടെ സിമെൻറ്റ് വെച്ച് അത് പാക്ക് ചെയ്തിട്ടുണ്ട്. അതിന് അവർ പറഞ്ഞ കാരണം രാത്രി ശക്തമായ മഴ പെയ്ത് അതിലൂടെ വെള്ളം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ വലിയ ഒരു അപകടം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും രാത്രിയിൽ തന്നെ അവരത് അടച്ച് നീക്കം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ജനങ്ങൾ ഈ ഭാഗത്തൂടെ ഇപ്പോൾ ഗതാഗതമൊന്നും ഇല്ല, ഇവിടെ നാട്ടുകാരൊക്കെ തന്നെ ഉണ്ട്. എത്ര മണിക്കാണ് സംഭവം ഉണ്ടായത് അറിയാമോ? ഏകദേശം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വിവരം അറിയപ്പെടുന്നത്. അതായത് ഞാനപ്പുറത്ത് പച്ചക്കറി തൊട്ട് നടത്തേണ്ട ആളാണ്. പിന്നെ ഒരു വൈകുന്നേരം ഒരു 6 മണിയോടുകൂടിയാണ് നമുക്കൊക്കെ വിവരം കിട്ടുന്നത്. പിന്നെ ഇത് പൊതുവേ ഈ കായലമണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ അത് ചെയ്യേണ്ടത് അതിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ ഭാഗത്ത് യാതൊരു ഈ ചെറിയ നെറ്റില്ലാതെ വേറൊരു സംരക്ഷണം ഇല്ല, മണ്ണ് പുറത്തോട്ട് ഒലിച്ചു പോകാൻ. എല്ലാ ദിവസവും ഞങ്ങളിതൊരു യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കാണുന്നത് മഴയുള്ള സമയമായതുകൊണ്ട് കൃത്യമായും ഇതിനകത്തോട്ട് മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട്. അത് ഇത് പൊളിഞ്ഞു പിന്നെ ഇത് ഒരിക്കലും ഒരു സുരക്ഷിതമായൊരു രീതിയല്ല. നിർമ്മാണ പ്രവർത്തനം നേരപ്പൻ റോഡ് പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ ഇത് 6 മാസം മഴയാണ്. ആ മഴയുടെ രീതി അനുസരിച്ചല്ല ഇവർ ചെയ്തിരിക്കണം, അവർക്ക് തോന്നും പോലെയാണ് ചെയ്തിരിക്കണം. ഗുണ്ടായിസാണ് അവർ. ദേശീയപാത ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കുന്നത് ഇത് ദേശീയപാത ഉദ്യോഗസ്ഥരുടെ പ്രശ്നം തന്നെയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യേണ്ട കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ പ്രകൃതിക്കും മറ്റുള്ള രീതിക്കും അനുയോജ്യമായിട്ടുള്ളൂ. മാത്രമല്ല ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അങ്ങോട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചേർത്തല നമ്മുടെ തോടിൻ്റെ പരിസരമൊക്കെ കൃത്യമായും തോട് പൊതുവെ ബ്ലോക്ക് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. ഒരു രീതിയിൽ നമുക്കിത് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ശൈലിയല്ല, കേരളത്തിലെ PWD ചെയ്യുന്നത് പോലെയല്ല. ഒരു പ്രദേശത്തും വെള്ളമില്ലാത്ത വീടുകളില്ല ഈ പരിസരത്ത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇവിടെ നാട്ടുകാരും പറയുന്നത്. കാര്യം കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടല്ല ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. മാത്രമല്ല ഇവിടെ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ദേശീയപാതയുടെ ഉദ്യോഗസ്ഥരാരും തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോലും വരുന്നില്ല. ഇവരെടുക്കുന്ന മണൽ എവിടെ നിന്നാണ്? ആ മണലിന്
വേണ്ടത്ര ഇത്തരം ഗർത്തങ്ങൾ രൂപപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടാണോ അവരത് സംവിധാനം ഒരുക്കുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞെങ്കിലും ദേശീയപാത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു വലിയ ഗർത്തം. ഇതൊരു വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഓടിക്കൂടിയതുകൊണ്ട് മാത്രമാണത് ഒഴിവാക്കാൻ സാധിച്ചത്. സിന്ധൂരി. ശരി ഷാജഹാൻ പറഞ്ഞപ്പോൾ തന്നെ വളരെ വലിയൊരു അപകടമാണ് തലനാരിടയ്ക്ക് മാറിപ്പോയത്. ഈ നിർമ്മാണത്തിലുടനീളം ഈ പറഞ്ഞ ഒരു ജാഗ്രതയില്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങളാണെന്നാണ് അവിടെയുള്ള പ്രദേശവാസികളും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.